എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് 20 വയസ്സുള്ള മീരയെ പരിചയപ്പെടാം. മീര 2ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിനിയാണ്. വളരെ ക്വയറ്റ് ആയിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അക്കാഡമിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വിദ്യാർത്ഥിനിയാണ് മീര. പക്ഷേ ഈ അടുത്ത കാലത്തായി മീരയുടെ പ്രൊഫസേഴ്സ് മീരയിൽ ചില അൺയൂഷ്വൽ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് മീരയിൽ പൊതുവെ കാണാത്ത തരത്തിലുള്ള കുറച്ചു സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് സ്വഭാവങ്ങൾ മീര കാണിക്കുന്നു. അതായത് പ്രോജക്ട്സ് അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ഒക്കെ വളരെ ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒന്നിലുമില്ല. നേരത്തെ മീര അങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ മീരയുടെ പ്രൊഫസേഴ്സ് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുകയും ഇതിനെപ്പറ്റി മീരയോട് ചോദിക്കുകയും ചെയ്തു. മീരയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞത് മീരയ്ക്ക് എന്തോ ഒരു സംതിങ് മെന്റലി ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ്. ഓക്കെ, വളരെ ചെറിയ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ വളരെ നിസാരമായിട്ടുള്ള, ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് പോലും മീരയ്ക്ക് ചെയ്തു തീർക്കാനായിട്ട് വളരെയധികം സമയം, മണിക്കൂറുകൾ വേണ്ടി വരുന്നു എന്നൊക്കെ മീര പ്രൊഫസേഴ്സിനോട് പറഞ്ഞു. മീര ശരിക്കും കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. മീരയുടെ വീട് കുറച്ച് ദൂരെയാണ്. മീര കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. മീരയുടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ മീര ഈയിടെയായിട്ട് കോൾ ഒന്നും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല, വീട്ടുകാരോട് സംസാരിക്കുന്നില്ല. ഓക്കെ, മീര പറയുന്നത് മീരയുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച്, ഓക്കെ, മീരയുടെ തന്നെ സ്വന്തമായിട്ടുള്ള മീരയുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് മീരയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ, ആ ഒരു ഗിൽട്ട് ഫീലിംഗ്, ആ ഒരു കുറ്റബോധം കൊണ്ടാണ് മീര ഫോൺ എടുത്ത് പ്രോപ്പറായിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ സംസാരിക്കാത്തത് എന്ന് പറയുന്നു. മീരയുടെ റൂംമേറ്റ്സ് ആണെങ്കിൽ മീരയെ കുറിച്ച് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വളരെയധികം ഇങ്ങനെ ടെൻഷൻ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ വളരെയധികം വറീഡ് ആണ് മീര. ഓക്കെ, വളരെ ഇൻട്രോവേർട്ട് ആണ്, സോഷ്യലി വളരെയധികം വിഡ്രോ ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് മീരയുടെ റൂംമേറ്റ്സ് മീരയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീരയുടെ ബുദ്ധിമുട്ടുകളായിട്ട് ബുദ്ധിമുട്ടുകൾ എന്ന രീതിയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ, മീരയ്ക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നില്ല. വളരെയധികം സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് നേരിടുന്നുണ്ട്. സ്ലീപ്പ് വളരെയധികം എന്താ പറയാ, താറുമാറായി. ഓക്കെ, ഉറക്കം ശരിയാവുന്നില്ല. അതേപോലെ തന്നെ വളരെയധികം നെഗറ്റീവ് സെൽഫ് ടോക്കുകളുണ്ട്. ലൈക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു കഴിവുമില്ല, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുമോ, ഞാൻ ഇങ്ങനെ കുറേ നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ മീരയ്ക്ക് വരുന്നുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാണ്. നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മീരയുടെ ബുദ്ധിമുട്ടുകൾ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മീരയുടെ ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് ചെറിയ ചെറിയ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അതായത് മീര പറയുന്നതനുസരിച്ച് മീരയ്ക്ക് വളരെയധികം ഒരു കോഗ്നിറ്റീവ് ആയിട്ടൊരു ഓവർലോഡ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ചെയ്തു തീർക്കേണ്ട ടാസ്കുകൾ, അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് പകരം മീര ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഇരുന്ന് ആലോചിക്കുന്ന നേരം കൊണ്ട് മീരയ്ക്ക് അത് ചെയ്തു തീർത്താൽ മതി, പക്ഷേ മീര അത് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു കോഗ്നിറ്റീവ് ഓവർലോഡിലേക്ക് മാറുകയാണ്. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ അതിനെപ്പറ്റി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് അതൊരു കൈൻഡ് ഓഫ് ഒരു കോഗ്നിറ്റീവ് ഓവർലോഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റും, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ നീട്ടി കൊണ്ടുപോകുന്നു. കൃത്യമായിട്ടൊരു ഡിസിഷൻ, ഒരു തീരുമാനം പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു സംഗതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മീര ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മീരയുടെ അച്ചീവ്മെന്റ്സ് മീരയുടെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യലി ഒരു കമ്പാരിസൺ മീര നടത്തുന്നുണ്ട്. ഓക്കെ,
മറ്റൊന്ന് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് നമ്മൾ പറയും. അതായത് മീരയ്ക്ക് ഒരു എബിലിറ്റി ഉണ്ട്, മീരയുടെ ഒരു കഴിവുണ്ട്. ഓക്കെ, അതിനും മേലെ സംതിങ് മീര ഇമാജിൻ ചെയ്ത് വെച്ചിട്ട് അത് എന്താ പറയാ അച്ചീവ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാതെ വന്നിട്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു കഴിവുമില്ല, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള്. മീരയ്ക്ക് ഇപ്പോൾ ഉള്ള അച്ചീവ്മെന്റ്സ് തന്നെ ഇതൊന്നും ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, ഇതൊന്നും ഞാൻ അർഹിക്കുന്നതല്ല എന്നുള്ള കൈൻഡ് ഓഫ് തിങ്കിങ്. ഓക്കെ, അങ്ങനെയുള്ള ചിന്താരീതികൾ. അതേപോലെ തന്നെ എന്താ പറയുക, ഇനി എല്ലാവരും എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് പറയുമോ, ഈ രീതിയിലുള്ള ചിന്തകൾ. അതായത് അവനവൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൽ മേലെ ഒന്ന് പണിത് വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റാതെ വരുമ്പം ലൈക്ക് എനിക്ക് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് പോലും ഞാൻ ഡിസേർവ് ചെയ്യുന്നതല്ല, ഓക്കെ, എന്നെ എല്ലാവരും ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മീരയ്ക്കുണ്ട്. അതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഓക്കെ, പിന്നെ എന്താ പറയാ, മീര ഒരു ഏർലി ആൻസൈറ്റിയുടെ ഏർലി സൈൻസ് ഓഫ് ആൻസൈറ്റി സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഈ ഉറക്കക്കുറവും ഓവർ തിങ്കിങ്ങും ഇതൊക്കെ എന്ന് പറയുന്നത് ആൻസൈറ്റിയുടെ ഒരു ഏർലി സൈൻസ് ആണ് മീര കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു സൈക്കോളജിക്കലി നമ്മൾക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, കോഗ്നിറ്റീവ് തിയറിയുടെ ഒരു ലെൻസിലൂടെ, ഓക്കെ, കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ലെൻസിൽ കൂടെ മീരയുടെ പ്രശ്നങ്ങളെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, മീരയിൽ ഒരുപാട് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള, മീരയുടെ കൺട്രോളിൽ ഇല്ലാത്ത, മീരയുടെ അവയർനെസ്സിൽ ഇല്ലാത്ത വളരെയധികം നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് മീരയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ധാരാളമുണ്ട്. ലൈക്ക് മൈൻഡ് റീഡിങ്, ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഓക്കെ, മൈൻഡ് റീഡിങ് എന്ന് പറയുമ്പം അതായത് മീര അങ്ങ് പറയാണ്, അവർക്കൊക്കെ എന്നെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്, അവരൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്ക് ഒരു കഴിവും ഇല്ലെന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. അവരെങ്ങനെയാ ചിന്തിക്കുന്നതെന്നൊന്നും മീരയ്ക്ക് സത്യത്തെ അറിയത്തില്ല, പക്ഷെ മീര പറയുന്നത് എങ്ങനെയാണ്. ഓക്കെ, അവരെല്ലാം ചിന്തിക്കുന്നത്, അവരുടെ എല്ലാം മനസ്സിൽ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്തയാണുള്ളത്, എനിക്കൊരു കഴിവുമില്ല എന്നുള്ളതാണ്. ഇതാണ് മൈൻഡ് റീഡിങ്ങിന് എക്സാമ്പിൾ. ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്ലോക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു 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 ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇത്തിരി മാർക്ക് കുറഞ്ഞു, എന്നെ കൊണ്ട് ഒരു കഴിവുമില്ല, എനിക്ക് ഒരു കഴിവുമില്ല, ഇങ്ങനെ ഈ അതായത് എക്സ്ട്രീമില് ചിന്തിക്കുക. ഇതിന്റെ ഇടയ്ക്കുള്ള ഷെയ്ഡ്സിലേക്ക് പോകുന്നില്ല. ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് ഈ ഓൾ ഓർ നത്തിങ് തിങ്കിങ്ങിനെ പറയും. ഓക്കെ, ഇതിന്റെ ഇടയ്ക്കുള്ള ഷെയ്ഡ്സ് ഒന്നും കാണില്ല, രണ്ട് എക്സ്ട്രീമിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ പെർഫെക്റ്റ്, അതല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള കുറെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് മീരയിൽ കാണാൻ സാധിക്കും. നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ലെൻസിൽ കൂടെ മീരയുടെ പ്രശ്നങ്ങളെ നോക്കി കാണുമ്പോൾ. ഓക്കെ, ഇനി സോഷ്യൽ സൈക്കോളജിയുടെ ലെൻസിൽ കൂടെ നോക്കി കാണുമ്പോൾ സോഷ്യൽ കമ്പാരിസൺ തിയറി വെച്ച് മീരയുടെ അച്ചീവ്മെന്റ്സ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റ് സുഹൃത്തുക്കളുടെ അച്ചീവ്മെന്റ്സുമായിട്ട് നിരന്തരം കമ്പയർ ചെയ്യുകയും അതുവഴി മീരയുടെ സെൽഫ് എസ്റ്റീം കുറയുന്നുണ്ട്, സെൽഫ് എസ്റ്റീം ലോ ആകുന്നുണ്ട്, മീരയുടെ മോട്ടിവേഷൻ റെഡ്യൂസ് ആകുന്നുണ്ട്. ഓക്കെ, വളരെയധികം സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണ്. ഓക്കെ, ഇനി ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഒരു ലെൻസിൽ കൂടെ മീരയുടെ പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മീരയ്ക്ക് ഒട്ടും തന്നെ സെൽഫ് ആക്സെപ്റ്റൻസ് ഇല്ല. അതായത് മീരയുടെ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മീരയുടെ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഇവിടെ ഒരു വളരെ നിരന്തരം ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അതായത് മീരയുടെ ഒരു റിയൽ സെൽഫ് അവിടെ ഉണ്ട്, ഈ റിയൽ സെൽഫിനെ മാറ്റി നിർത്തിയിട്ട് മീര കുറെ ഒരു സംഗതികൾ ഇങ്ങനെ പണിത് തീർത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഐഡിയൽ സെൽഫ്. ഓക്കെ, അത് റിയൽ അല്ല, അത് ഐഡിയൽ, മീരയുടെ ഒരു ഫാന്റസിയുടെ ഇത് ഡെവലപ്പ് ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ ഈ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ നിരന്തരം ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ലെൻസിൽ കൂടെ മീരയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാം. ഇനി ഹെൽത്ത് സൈക്കോളജിയുടെ ലെൻസിൽ കൂടെ മീരയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുവർ സ്ലീപ്പും കാര്യങ്ങളും ഒക്കെ ഒരു വലിയ ക്രോണിക് സ്ട്രെസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ പുവർ സ്ലീപ്പും കാര്യങ്ങളും ഒക്കെ. അത് വളരെയധികം മീരയുടെ ഫിസിയോളജിക്കൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ മീരയെ നമുക്ക് ചിലപ്പോൾ നമ്മളിലും
അതല്ലെങ്കിൽ നമ്മളുടെ മക്കളിലും, അതല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളിലും, അതല്ലെങ്കിൽ പങ്കാളിയിലും ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചെന്നിരിക്കും. ഓക്കെ, നമ്മുടെ നിത്യേന ജീവിതത്തിൽ നമുക്ക് ഇതേപോലെ പല നീരമാരെയും നമ്മൾ കണ്ടുമുട്ടിയെന്നും അല്ലെങ്കിൽ പരിചയപ്പെട്ടെന്നും ഇരിക്കും. ഓക്കെ, അപ്പോ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട മീരയുടെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഇതിന് സൈക്കോളജിക്കലി എന്ത് ഇന്റർവെൻഷൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോ മീരയെ ഒന്ന് പരിചയപ്പെടുക, നമുക്ക് ചുറ്റും അതല്ലെങ്കിൽ നമ്മളിലോ ഇങ്ങനൊരു മീര ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണ് ഇതിന് സൈക്കോളജിക്കലി ഉള്ള ഒരു ഇന്റർവെൻഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പങ്കിടുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെന്താ, പുതിയ പുതിയ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ അത് കമന്റ് ചെയ്യുക. സോ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. സോ ടേക്ക് കെയർ. താങ്ക് യു.